മരടിന്റെ പ്രിയ നേതാവ് ശ്രീ പി.ജെ. ജോൺസൺ ചേട്ടന്റെ മരട് ജനാവലിയുടെ അനുശോചനം. മരട് നഗരസഭ സംഘടിപ്പിച്ച അനുശോചന യോഗം എസ്.എൻ. പാർക്കിൽ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക പൊതുപ്രവർത്തകർ പങ്കെടുത്തു. നിസ്വാർത്ഥ സേവനത്തിന്റെ ഉടമയാണ് ശ്രീ പി.ജെ. ജോൺസൺ എന്ന പൊതുപ്രവർത്തകനെന്നും ശ്രീ പി.ജെ. ജോൺസൺ പൊതുപ്രവർത്തനത്തിൽ ഒരു മാതൃകയാണെന്നും അനുശോചന സന്ദേശത്തിൽ പ്രമുഖ നേതാക്കൾ അനുസ്മരിച്ചു. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം എം.എൽ.എ. ശ്രീ കെ. ബാബു, മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. മരടിന്റെ പ്രിയ നേതാവ് ശ്രീ ജോൺസൺ ചേട്ടന്റെ വിയോഗത്തിൽ കൊച്ചി ലൈഫ് ന്യൂസ് ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. നഗരസഭയിൽ 2 തവണ കൗൺസിലറായും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നഗരാസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാനുമായി. അപ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങളോ താല്പര്യങ്ങളോ ജോൺസൺ ഉണ്ടായിരുന്നില്ല. വളരെ നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനം. എവിടെ പ്രശ്നമുണ്ടായാലും അവിടെ ഓടിച്ചെല്ലാനും ഇടപെടാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും ജോൺസൺ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. അതുപോലെ എവിടെ സങ്കടമുണ്ടായാലും അവിടെയെല്ലാം എത്തി അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് സഹായം നൽകാനും ശ്രീ ജോൺസൺ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. അങ്ങനെ നല്ല ബന്ധം സ്ഥാപിച്ച് പ്രവർത്തിച്ച ശ്രീ ജോൺസൺ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. നമ്മളാരും ഒരിക്കലും കണക്ക് കൂട്ടാത്ത ഒരു വേർപാടാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന ഒരു വേർപാടാണ്. ശ്രീ ജോൺസന്റെ വേർപാട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന എല്ലാ ദിവസവും എത്തുമായിരുന്ന നഗരസഭ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വയ്ക്കാനും മുനിസിപ്പൽ ചെയർമാനും സഹപ്രവർത്തകരും തയ്യാറായി എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരം തന്നെയാണ്. ആ നിലയിലെല്ലാം ജോൺസൺ ആരും അധികം ചോദ്യം ചെയ്യാത്ത ഒരു നേതാവായിരുന്നു. നിസ്വാർത്ഥമായ ഒരു സേവകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുകളിൽ ഏറെക്കാലം തങ്ങി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ജോൺസൺ ചേട്ടൻ്റെ രോഗം 1 വർഷം മുമ്പ് തുടക്കം കുറിക്കുമ്പോൾ എന്റെയും ജിൻസനെയും വിളിച്ച് എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഞാൻ അതിൻ്റെ ചികിത്സയിലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ രോഗം ഉണ്ട് എന്ന് നമ്മൾ ആളുകളോട് പറഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തോട് വേറെ ഒരു രീതിയിൽ ഒരു രോഗിയെ കാണുന്നത് പോലെ കാണും. അതുകൊണ്ട് ഈ രോഗം നിങ്ങൾ ആരോട് പറയരുത് എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ വളരെ കൃത്യമായി അങ്ങനെ പുറത്ത് പറയാതെ ഒത്തിരി മാസങ്ങൾ, കാരണം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഈ രോഗത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നത് കൊണ്ട് എവിടെയാണോ രോഗം വന്നിട്ടുള്ളത് അവിടെ ആ രോഗം സമീപിച്ചാൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കാർന്ന് പിടിക്കും എന്ന അറിവ് നമുക്കുള്ളതിനേക്കാൾ കൂടുതലായിരുന്നു ജോൺസൺ ചേട്ടൻ ഉണ്ടായിരുന്നത്. പലപ്പോഴും പറയും, എടാ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം കിടക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു ജീവിതം മുഴുവനായി പൊതുപ്രവർത്തന രംഗത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാനെല്ലാം വേളാങ്കണ്ണി ടൂറ് പോകുമ്പോഴും മറ്റ് ടൂറ് പോകുമ്പോഴും എല്ലാം ജോൺസൺ ചേട്ടൻ കൂടെ വരണം എന്ന് വാശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പോകാം, വരുന്ന പ്രാവശ്യം നിന്റെ കൂടെ ഞാൻ വരാമെന്ന് പല പ്രാവശ്യം ഉറപ്പ് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം കൂടി 2-3 മാസം മുമ്പാണ് അദ്ദേഹം വേളാങ്കണ്ണിയിൽ പോയത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നിന്ന് വിട്ടുനിൽക്കാൻ മനസ്സ് കാണിക്കാത്ത, കാരണം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ആ വാർഡിനെ, ആ പ്രദേശത്തെ ദോഷം ചെയ്യുമെന്ന ഒരു ചിന്ത. ഇവിടെ പറഞ്ഞതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് മൂല്യചൂഷണം സംഭവിച്ചിട്ടുള്ള കാലഘട്ടം. എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ആരുടെ കൂടിയാലാണ് എന്ത് കിട്ടുന്നത് എന്നെല്ലാം ചിന്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇന്നത്തെ കാലഘട്ടം
അതിന് തീർത്തും അത് വിപരീതമായിരുന്നു നമ്മളെല്ലാം സ്നേഹിക്കുന്ന ജോൺസൺ ചേട്ടൻ. കാരണം ഒരു നെട്ടൂരിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിച്ച ഒരാളല്ല. നമ്മുടെ മരടിലെ മുഴുവൻ ആളുകളും എന്താവശ്യം പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്ത് എന്താവശ്യമാണോ ആവശ്യപ്പെട്ടത് അതിൻ്റെ റിസൾട്ട് അവരുടെ വീട്ടിൽ കൊണ്ടേ കൊടുക്കുന്ന ഒരു സ്വഭാവം. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും കൗൺസിലർ, മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയിലും യാതൊരുവിധ രാഷ്ട്രീയമോ മറ്റ് വിഭാഗീയ ചിന്താഗതികളോ ഇല്ലാതെ അവരുടെയൊക്കെ സഹായത്തിനെത്തുക എന്നുള്ളതായിരുന്നു ജോൺസന്റെ ഒരു ശീലം. അത് നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ നിസ്വാർത്ഥമായ സേവനം, സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി അവരെ സഹായിക്കുക, അതായിരുന്നു ജോൺസന്റെ ഒരു പ്രവർത്തന ശൈലി. ഞാൻ ഓർക്കുന്നത് നെട്ടൂർ INTUC ജംഗ്ഷനിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കട തുടങ്ങി. പക്ഷെ അത് ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്ത് അവസാനം കട പൂട്ടേണ്ടി വന്നു. ആ കട പൂട്ടിപ്പോയി. ഒന്നും അതിൽ നിന്ന് മേടിച്ചുകൊണ്ടുപോയ ആളുകൾ നിന്ന് ആ പൈസ സാമ്പത്തികമായി തന്നെ തനിക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിക്കാതെ തന്നെ അത് ഏൽക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു സ്ഥിതിയാണ് ജോൺസൺ ഉണ്ടായിരുന്നത്. ഈ ജോൺസന്റെ നിര്യാണത്തിൽ ആദ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 1-2 വാക്കുകൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ജോൺസന്റെ മരണ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ വെറുതെ പറയുകയില്ല, ഞാൻ ഞെട്ടിപ്പോയി. വളരെ ഞെട്ടലോടെയാണ് വാർത്ത കേൾക്കാൻ കഴിഞ്ഞത്. കാരണം അദ്ദേഹവുമായി മറ്റുള്ളവരെ പോലെ തന്നെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു 3 ആഴ്ച മുൻപ്, 3-4 ആഴ്ച മുൻപ് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ച് പിരിയാൻ സന്ദർഭമുണ്ടായി. ജോൺസനെ കുറിച്ച് വളരെ ആർക്കും ഒരു വിധത്തിലും അദ്ദേഹത്തെ ഒരു കാരണവശാലും അകറ്റി മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു നേതാവായിരുന്നില്ല. അദ്ദേഹം ആർക്കും മാതൃകാപരമായ പൊതു പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാ പ്രവർത്തകൻ തന്നെയായിരുന്നു. ഇതുപോലുള്ള പൊതുപ്രവർത്തകരെ ഏത് പാർട്ടിയിലും ഇന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ജോൺസൺ വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധമുള്ള ഒരു സുഹൃത്താണ്. പലപ്പോഴും എൻ്റെ കടയുടെ വാതിക്കൽ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോവാറ്. മെഹൻ സൂക്ഷിക്കണമല്ല, വണ്ടി നോക്കി ഹെൽമെറ്റ് നോക്കിയേക്കണം. എവിടെ പോകുമെന്ന് ചോദിച്ചാൽ തൃപ്പൂണിത്തുറ പോകണം, അല്ലെങ്കിൽ പുതിയകാവ്. ഇയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ഉള്ളതായിട്ട് കാഴ്ചയിലും തോന്നാറില്ല, ഒന്നും തോന്നാറില്ല. വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ഒരു 5-10 മിനിറ്റെങ്കിലും സംസാരത്തിന് ശേഷം പിരിയാറുള്ളൂ. അതിൽ പല കാര്യങ്ങളും കടന്നു വരും, രാഷ്ട്രീയം വരും, തമാശ എല്ലാവരും വരും. ചിരിച്ചുകൊണ്ടുള്ള ഒരു സംസാരമല്ലാതെ ജോൺസന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു ഹായ് പറയാണ്ട് അല്ലെങ്കിൽ ഒരു തലയാട്ടാണ്ട് അതിലൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വാർത്ത ഒരു 8 മണിയോട് കൂടിയിട്ടാണ് അറിയുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ഒരു അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണത്. അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് ഇന്നലെ മുതൽ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് നീങ്ങിയത്. ജോൺസനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയിൽ ഓടി നടന്ന് പ്രവർത്തിച്ച് എല്ലാവരുടെയും സന്തോഷം മാത്രം പിടിച്ചു വാങ്ങിയ ഒരു നേതാവാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എങ്ങനെ ജനങ്ങളോട് പെരുമാറണമെന്ന് ജോൺസണുമായി നമുക്ക് അടുത്തിടപെടുകയാൾക്ക് എല്ലാവർക്കും അറിയാം. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരോടും എന്ത് കാര്യം ജോൺസണോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും
എങ്ങനെയെങ്കിലും അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ജോൺസന്റെ ലക്ഷ്യം. ജോൺസനെ പോലെയുള്ള നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ ഒക്കെ നമ്മളുടെ ഇടയിൽ തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനെ പോലെ തന്നെ, ആ പാർട്ടിക്കാരെ പോലെ തന്നെ മറ്റ് ജനങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരുന്നു.